നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ, നല്ല സ്വഭാവമുള്ള പുരുഷന്മാരെക്കാൾ പല പെൺകുട്ടികൾക്കും താന്തോന്നികളായിട്ടുള്ള അല്ലെങ്കിൽ പരുക്കൻ സ്വഭാവക്കാരായ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചെക്കന്മാരെയാണ് താല്പര്യം എന്ന് പൊതുവെ പറയാറുണ്ട്. ഇത്തരം ഇഷ്ടങ്ങൾ നീണ്ടുപോയി സൈക്കോപാത്തായിട്ടുള്ളവരെ വരെ പ്രേമിക്കുന്ന നിരവധി പെൺകുട്ടികളുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്തരം പുരുഷന്മാരെ പെൺകുട്ടികൾ പ്രേമിക്കുന്നത്? അച്ഛനും അമ്മയും എത്ര നല്ല പുരുഷന്മാരെ ഇവർക്കായി ആലോചിച്ചാലും ഇവർ കൂടുതൽ അടുപ്പം കാണിക്കുന്നതും പ്രിയം കാണിക്കുന്നതും ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത സ്വഭാവമുള്ള പുരുഷന്മാരെയാണ്. ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുമ്പേ ഒരു കാര്യം ഞാൻ പറയട്ടെ. എല്ലാ പെൺകുട്ടികളെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, പൊതുവെ ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് ഇവരുടെ മനസ്സിൽ ചേക്കേറുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൗരുഷമാണ്. എന്ത് താന്തോന്നിയാണേലും അയാളിലെ പൗരുഷം സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്നു. ചെക്കന് നല്ല പൗരുഷമുണ്ടോ, ആ ചെക്കൻ സൂപ്പർ ആണെന്ന ചിന്തയാണ് ഇന്നത്തെ ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഉള്ളത്. നല്ല കലിപ്പുള്ള, അതായത് കലിപ്പന്റെ കാന്താരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നല്ല കലിപ്പുള്ള, ദേഷ്യക്കാരനായ, എപ്പോഴും മാസ് കാണിച്ച് അടിയും ബഹളവും ഉണ്ടാക്കുന്ന പുരുഷന്മാർ പൗരുഷമുള്ളവരും നല്ല ഒത്തൊരാണാണെന്ന ചിന്തയും പല പെൺകുട്ടികൾക്കും ഇപ്പോഴുണ്ട്. ഈ ഒരു ചിന്താഗതിയാണ് ഗുണ്ടായിസം കാണിച്ചു നടക്കുന്നവരെയും താന്തോന്നികളെയും കലിപ്പന്മാരെയും പെൺകുട്ടികളെ ആകർഷിക്കുന്നത്. ഇവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഇവരുമായി പ്രണയത്തിലാകുന്നതും ഇത്തരം ചിന്താഗതികൾ കൊണ്ടാണ്. ഈ ഒരു ചിന്താഗതി നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ആദ്യത്തെ ആ ഒരു ചിന്താഗതി മാറാൻ അധികം സമയം വേണ്ട എന്ന് പറയേണ്ടതില്ലല്ലോ. ഇനിയും അടുത്തതായി ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നതിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സംരക്ഷണമാണ്. നല്ല കായിക ബലമുള്ള, തനിക്ക് ഏതൊരു പ്രശ്നം വന്നാലും ചങ്കൂറ്റത്തോടെ ചോദിക്കാൻ ചെല്ലുന്ന, വഴക്കുണ്ടാക്കുന്ന പുരുഷന്മാരെ കെട്ടിയാൽ ജീവിതം സുരക്ഷിതമാണെന്നാണ് ഇത്തരം പെൺകുട്ടികളുടെ ചിന്ത. ഇത്തരം പുരുഷന്മാരെ കെട്ടിയാൽ അല്ലെങ്കിൽ പ്രണയിച്ചാൽ തങ്ങളെ ആരും തൊടില്ലെന്നും തങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ലഭിക്കുമെന്നും പെൺകുട്ടികൾ കരുതുന്നു. ഈ കരുതൽ തെറ്റാണെന്നുള്ളത് കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തതായിട്ട് കോൺഫിഡൻസ്. അത്യാവശ്യം നല്ല ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നാർസിസ്റ്റ് സ്വഭാവമുള്ള വ്യക്തികളെ കാണുമ്പോൾ പല പെൺകുട്ടികളും വളരെ സ്മാർട്ടായിട്ടുള്ള, ആത്മവിശ്വാസം വളരെയധികമുള്ള പുരുഷന്മാരായി ഇവരെ കണക്കാക്കുന്നു. അതിനാൽ തന്നെ ഇത്തരം പുരുഷന്മാരോട് ആകർഷണം തോന്നുകയും ചെയ്യുന്നു. ഇനി അടുത്തത്, ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പെൺകുട്ടികളെ ഇത്തരം പുരുഷന്മാരിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സൈക്കോപാത്ത് ആയിട്ടുള്ളതും നാർസിസ്റ്റ് ചിന്താഗതി ഉള്ളതും അതുപോലെ താന്തോന്നികളുമായിട്ടുള്ള പുരുഷന്മാരെ സ്ത്രീകൾ വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവർ നേരിടേണ്ടി വരും. ദേഹോപദ്രവം മുതൽ അവരുടെ വാക്കിനൊത്ത് ജീവിക്കേണ്ട അവസ്ഥ വരെ ഇത്തരം സ്ത്രീകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പുരുഷനാണ് എല്ലാം എന്ന ചിന്തയുള്ള വ്യക്തികളാണ് അവരെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് യാതൊരു വിലയും അവർ നൽകില്ല. ഇത് പെൺകുട്ടികളെ മാനസികമായി തളർത്തും. അവർ ജീവിതത്തിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർക്കുള്ള കെണിയും ഒരുങ്ങിയിട്ടുണ്ടാകും. ഇതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, പെൺമക്കൾ ഇത്തരത്തിൽ നാർസിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോപാത്ത് സ്വഭാവമുള്ളതും വളരെ താന്തോന്നിത്തരം ഉള്ളതുമായ പുരുഷന്മാരെ പരമാവധി വിവാഹം കഴിച്ച് നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മക്കൾ ഇത്തരം റിലേഷൻഷിപ്പിലാണെന്ന് കണ്ടെത്തിയാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഇത്തരം പുരുഷന്മാരോടുള്ള അമിതമായ ഭ്രമത്താൽ മക്കൾ സമ്മതിക്കില്ലെങ്കിലും പല ഉദാഹരണങ്ങൾ സഹിതം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നീട് അവർക്ക് കാര്യങ്ങൾ പതിയെ പതിയെ മനസ്സിലാവുന്നതായിരിക്കും. കൂടുതൽ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.